عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തന്റെ അൽ ഉസൂൽ സലാസ എന്ന ഈ ഗ്രന്ഥത്തിൽ പ്രഥമമായി ഓരോ മനുഷ്യരും അനിവാര്യമായും അറിയേണ്ട, പ്രവർത്തിക്കേണ്ട 4 കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചത്. ഇൽമു പഠിക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക, അതിലേക്ക് ദഅവത്ത് ചെയ്യുക. 4ാമത്തെ കാര്യം അർറാബിഅ അസ്സബ്റു അലൽ അദാ ഫീഹി, അതാണ് 4ാമത്തേത്. ക്ഷമ അവലംബിക്കലാണ്, സബ്ർ ഉണ്ടാകലാണ്. എന്തിനാണ് ക്ഷമിക്കേണ്ടത്? അലൽ അദാ ഫീഹി, ഈ മാർഗത്തിൽ, അതായത് ഈ മേൽ പറയപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം? ക്ഷമ വേണം. ഇൽമു പഠിക്കാൻ നല്ല ക്ഷമ വേണം, അത് പ്രാവർത്തികമാക്കുന്നതിന് ക്ഷമ വേണം, അതിലേക്ക് ദഅവത്ത് ചെയ്യാനെല്ലാം എന്ത് ചെയ്യും? ക്ഷമ ആവശ്യമാകും. ഇങ്ങനെ ക്ഷമിക്കുക എന്നുള്ളതാണ് 4ാമത്തെ മസ്അല. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് ഹൈസം ഫർഹാൻ ഹഫിളഹുല്ലാ ഇപ്രകാരം പറയുന്നത് കാണാം. ذكر المصنف رحمه الله بعد الدعوة الصبر. 3ാമത്തെ മസ്അല, അതായത് ദഅവത്ത് പറഞ്ഞതിന് ശേഷം പിന്നീട് ഇവിടെ മുസന്നിഫ് കൊണ്ടുവന്നിരിക്കുന്നത് ക്ഷമയാണ്. കാരണം വകഅന്നഹു യഖൂലു ലക്, ഇത് ഈ ഒരു തർത്തീബ് ഷെയ്ഖ് താങ്കളോട് പറഞ്ഞതുപോലെയുണ്ട്. എന്താണ് പറയുന്നത്? ഇന്നല്ലദീ യസ്ലുകു ഹാദാ ത്വരീഖ തഹ്സുലു ലഹു ഉമൂറുൻ കമാ ഹസലത് ലിൽ അംബിയാഇ വറുസുലി അലൈഹിമുസ്സലാം ഫലാ ബുദ്ദ മിനസ് സബ്ർ. അതായത് ദഅവത്ത് പറഞ്ഞതിന് ശേഷം ക്ഷമ പറയാനുള്ളതായ കാരണം, അത് ഏതൊരുവനാണോ ഈ പറയുന്ന ദഅവത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഈ വഴിയിലേക്ക് ആരാണോ പ്രവേശിക്കുന്നത്, അവർക്ക് അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കുമെല്ലാം നേരിട്ടതുപോലെ ഉണ്ടായതുപോലുള്ളതായ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ക്ഷമ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ഫലാ ബുദ്ദ മിനസ് സബ്ർ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് വേണം? ക്ഷമ അനിവാര്യമായിട്ട് ഉണ്ടാകണം. അതുകൊണ്ടാണ് 4ാമത്തെ മസ്അലയായിട്ട് ക്ഷമ കൊണ്ടുവന്നത് എന്ന് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറയാണ്. എന്നിട്ട് ക്ഷമ എന്താണെന്നാണ് പറയുന്നത്. അസ്സബ്റു ലുഗതൻ അൽ ഹബ്സു. ഭാഷയിൽ ഈ അസ്സബ്ർ എന്നുള്ള പദത്തിന്റെ അർത്ഥം അൽ ഹബ്സു, തടഞ്ഞു വെക്കലാണ്, പിടിച്ചു വെക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത്. എന്നാൽ
ശരീഅത്തിന്റെ ഭാഷയിൽ സാങ്കേതികമായി സബർ കൊണ്ട് അർത്ഥമാക്കുന്നത് ശർഅൻ ഹബ്സുൻ നഫ്സി അലാ അഷിയാ വ അൻ അഷിയാ, ചില കാര്യങ്ങളുടെ മേൽ ക്ഷമിക്കലാണ്, വേറെ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ കാണിക്കലാണ്. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്തു വേണം? നല്ല ക്ഷമ വേണം. കൃത്യമായി അനുഷ്ഠിക്കണമെങ്കിൽ ക്ഷമ വേണം. നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും എന്തു വേണം? ക്ഷമ. അപ്പൊ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ മേൽ അതിൽ അടിയുറച്ചു നിൽക്കാൻ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. വേറെ ചില കാര്യങ്ങളെ വെടിയുന്ന കാര്യത്തിലും എന്ത് ചെയ്യുക? ക്ഷമ കാണിക്കുക. ഇതിനാണ് ശർഇന്റെ ഭാഷയിൽ എന്ന് പറയുക, ക്ഷമ എന്ന് പറയുക. അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ക്ഷമയെ 3 ഇനമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഖസ്സമൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അസ്സബ്റ ഇലാ 3 അഖ്സാമി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ക്ഷമയെ 3 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. അതിൽ ഒന്നാമത്തേത് അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹി ഹത്താ തുഅദ്ദ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ മേൽ ക്ഷമയോടെ നിലനിൽക്കലാണ്. അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുക, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം നിർവഹിക്കുക, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള അനുസരണം, അയൽവാസികളോടുള്ളതായ മര്യാദകൾ, ഇങ്ങനെ തുടങ്ങുന്ന കൽപ്പനകളെല്ലാം എന്ത് ചെയ്യുക? അതിനെ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ സ്ഥൈര്യത്തോടെ ക്ഷമയോടെ നിലനിൽക്കുക. ജിഹാദ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഹത്താ തുഅദ്ദ, അതിനെ കൃത്യമായി വീട്ടുന്നത് വരെയും. രണ്ടാമത്തെ അസ്സബ്റു അൻ മഅസിയത്തില്ലാഹി ഹത്താ തുജ്തനബ്, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതിനെ തൊട്ട് ക്ഷമ അവലംബിക്കുക. അപ്പോ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ പല പല പ്രേരണകൾ ഉണ്ടാകും. നഫ്സിന്റെ പ്രേരണ ഉണ്ടാകും, ഷൈത്വാനിന്റെ പ്രേരണ ഉണ്ടാകും, അതേപോലെ തന്നെ സാഹചര്യങ്ങളുടെ പല പ്രേരണാ ഘടകങ്ങൾ ഉണ്ടാകും. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നിഷിദ്ധങ്ങളെല്ലാം മാറ്റി നിർത്തുക, അതിനെ അകറ്റി നിർത്തുക. ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു വശത്താക്കുക, സൈഡാക്കുക. അപ്പോ പാപങ്ങളെ മാറ്റി നിർത്തുക, അതിനെ വെടിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ക്ഷമ കാണിക്കുക. ഇതാണ് രണ്ടാമത്തെ ഇനം. മൂന്നാമത്തേത് അസ്സബ്റു അലാ അഖ്ദാരില്ലാഹി അൽ മുഅ്ലിമ, വേദനിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ചില ഖദറുകൾ ഉണ്ടാകും, അള്ളാഹു നിശ്ചയിക്കുന്ന ചില വിധികൾ ഉണ്ടാകും. അതൊരു പക്ഷേ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം, സമ്പത്ത് നഷ്ടം പോലെ, സന്താനങ്ങളുടെ നഷ്ടം പോലെ, ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ, കച്ചവടത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പല പല പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ഇങ്ങനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക? അതിലും ക്ഷമ അവലംബിക്കുക. അപ്പോ പരിധി വിട്ട രീതിയിലുള്ള ദുഃഖപ്രകടനം നടത്താതിരിക്കുക. കരയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആർത്തട്ടഹസിക്കുക, ഒച്ചയിടുക, അതേപോലെ തന്നെ ശരീരത്തിൽ നെഞ്ചത്തടിക്കുക, മുടി വലിച്ച് ഇടുക, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ പറയുക, ഇങ്ങനെ നിഷിദ്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ എന്ത് ചെയ്യുക? മനസ്സിനെ തടഞ്ഞു വയ്ക്കുക. ഇതിനാണ് എന്തെന്ന് പറയണത്? ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഇനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വേർപെടുത്തിയിട്ടുണ്ട് ക്ഷമയെ. അപ്പൊ ഇതാണ് 4ാമത്തെ മസാല. അതിനുശേഷം ഈ 4 മസാലകൾക്കുള്ള തെളിവാണ് മുസന്നിഫ് പറയുന്നത്. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞ 4 മസാലകൾക്കുമുള്ള തെളിവാകുന്നത് അള്ളാഹുവിന്റെ വാക്യമാണ്. ഏതാണത്? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, കാലം തന്നെ സത്യം, മനുഷ്യരഖിലവും, ഇന്നൽ ഇൻസാൻ, എല്ലാ മനുഷ്യരും പെട്ടു, അവരൊക്കെ നാശത്തിലാണ്, ലഫീ ഖുസ്ർ. അതിൽ നിന്ന് 4 വിഭാഗം ആളുകളെ അള്ളാഹു ഇസ്തിസ്ന ചെയ്യാണ്, മാറ്റി നിർത്തുകയാണ്, അവരൊഴികെ എന്ന് പറയുകയാണ്. ഏതൊക്കെയാണത്? ഇല്ലല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊണ്ടതായ ആളുകൾ ഒഴികെ, വിശ്വാസികൾ ഒഴികെ. വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ നിബന്ധനയാണെന്ത്? ഇൽമ എന്നുള്ളത്. അപ്പൊ നമ്മൾ 1ാമത് പറഞ്ഞ മസാല ഇൽമാണ്. ഇൽമില്ലാതെ എന്തുണ്ടാവില്ല? ഈമാൻ സാധ്യമല്ല. അപ്പൊ അതാണ് ഇൽമിനുള്ള തെളിവ്. വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനിനോട് കൂടെ എന്ത് ചെയ്യുക? സൽക്കർമ്മങ്ങൾ ചെയ്യുക. അമലുസ് സ്വാലിഹാത്തും വേണം. ഈമാനിന്റെ ഭാഗം തന്നെയാണെന്ത്? അമലുസ് സ്വാലിഹാത്ത്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ,
അതേപോലെ തന്നെ ഹക്ക് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക. അതായത് ദഅവത്ത് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കിയ ഈമാൻ, സത്യം, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ചെയ്യുക, അത് പകർന്നു കൊടുക്കുക. അതേപോലെ ആ മാർഗത്തിൽ ഉണ്ടാകുന്നതായ ആവശ്യമായ ക്ഷമ, ഇതും പരസ്പരം ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, ഉപദേശിക്കുക. ഇതാണ് 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളും ുള്ളതായ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒറ്റ ആയത്തിൽ സൂറത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ആയത്തുകളിലൂടെ വിവരിക്കുകയാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷേഖ് ഹൈസം സർഹാൻ ഹഫിളഹുല്ലാഹ് ഇപ്രകാരം പറയുന്നത് കാണാം. ബഅദ ദിക്രിൽ മസായിലിൽ അർബഅ സാഖ അൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് അദ്ദലീൽ അലൈഹ മിനൽ കിതാബ്. ഈ 4 മസ്അലകൾ കൊണ്ടുവന്നതിന് ശേഷം മുസന്നിഫ് പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവിനെയാണ് എന്ത് ചെയ്യുന്നത്? ഹാജരാക്കുന്നത്. എന്തിനാണ് തെളിവ് കൊണ്ടുവരുന്നത്? വഹിയ സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ ആണ് അതിനുള്ള തെളിവ്. വൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ദായിമൻ യദ്കുറുൽ മസ്അല മഖ്റൂനതൻ ബിദ്ദലീൽ. മുസന്നിഫിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലുമുള്ള ശൈലിയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. എന്ത് മസ്അല പറയുന്നുണ്ടോ അതിനെ എന്ത് ചെയ്യും? ദലീലിനോട് ബന്ധിപ്പിക്കും. തെളിവിനോട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക? മുസന്നിഫ് റഹിമഹുല്ലാഹ് മസ്അലകൾ പറയുക. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതിന് 3 കാരണങ്ങൾ ഇവിടെ ഇതിന്റെ ശാരിഹ് ഷേഖ് ഹൈസം സർഹാൻ പറയുകയാണ്. അതിൽ ഒന്നാമത്തെ കാരണം ഹത്താ യുറബ്ബി ത്വാലിബ അലൽ ഇത്തിബാഇ ലാ അലൽ തഖ്ലീദ്. ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുക? ഇത്തിബാഇന്റെ മേൽ അവനെ തർബിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾക്കനുസരിച്ച് അതിനെ ഫോളോ ചെയ്യുന്നവനായിട്ട് എന്ത് ചെയ്യുക? ഒരു വിദ്യാർത്ഥിയെ കുറെ ഇബാദത്തുകൾ ചെയ്യുന്നു, കുറെ അമലുകൾ ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്താണ് ഇതിനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണ്. അപ്പൊ ഏതൊരു കാര്യം, ഏതൊരു നിലപാട് നമുക്കുണ്ടോ, അല്ലെങ്കിൽ ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിനുള്ളതായ ദലീല് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അതിനെന്ത് ചെയ്യുക? പിന്തുടരുക. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കേവലം തഖ്ലീദല്ല, അന്ധമായ ഒരു അനുകരണം ഇതിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക? തെളിവുകളുടെ മേൽ വിദ്യാർത്ഥിയെ വളർത്തിയെടുക്കാൻ, ഇത്തിബാ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ പ്രേരിപ്പിക്കാനാണ്, അതിൽ തർബീയത്ത് കൊടുക്കാനാണ്. രണ്ടാമത്തെ ഒരു കാരണം ഹത്താ തകൂന ഇൻദ ത്വാലിബി ഹുജ്ജത്തുൻ യറുദ്ദു ബിഹാ അലൽ മുഖാലിഫ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തുണ്ടാകാം? എതിരാളികൾ ഉണ്ടാകാം. എതിരാളികളുടെ വായടയ്ക്കുക, അവർക്ക് റദ്ദ് ചെയ്യുക, അതിനെന്താവശ്യമാണ്? തെളിവ് ആവശ്യമാണ്. അവർ വിദ്യാർത്ഥി സ്വാഭാവികമായും ദഅവത്ത് ചെയ്യുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ അതിന് എതിരിടുന്നതായ ആളുകൾക്ക് എന്ത് ചെയ്യണം? വ്യക്തമായ തെളിവുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് തെളിവ് നൽകുന്നത്. മൂന്നാമത്തെ കാര്യം ഹത്താ യകൂന ലിത്വാലിബി ഖുദ്റത്തുൻ അല ഇസ്തിംബാത്തുൽ അഹ്കാമി മിൻ അദില്ലതിഹാ അലാ ഉസൂസിൻ. ഒരു വിദ്യാർത്ഥി അവന് ഇസ്തിംബാത്ത് ചെയ്യാനുള്ളതായ ഖുദ്റത്ത് ഉണ്ടാകണം, നിർദ്ധാരണം ചെയ്തെടുക്കാൻ, നിയമങ്ങൾ, വിധികൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതായ കഴിവുണ്ടാകണം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനപരമായ തെളിവുകളിൽ നിന്ന് ഇന്നതിന്റെ വിധി ഇന്നതാണ് എന്ന് കണ്ടെത്താനുള്ളതായ, അത് നിർദ്ധാരണം ചെയ്തെടുക്കാൻ, പുറത്തു കൊണ്ടുവരാനുള്ളതായ ഒരു മലക്ക, ഒരു കഴിവ് എന്ത് ചെയ്യുക? വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് 3 കാരണങ്ങളായിട്ട് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇതിന്റെ ശാരിഹ പറയുന്നത്. അതിനുശേഷം ഈ സൂറത്തിന്റെ ഈ തെളിവിന്റെ ഒരു പ്രത്യേകത മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുകയാണ്. ഖാല ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫത്ഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ മേൽ തെളിവായിട്ട് ഇറക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇല്ലാ ഹാദിഹി സൂറ, ഈ സൂറത്തല്ലാതെ വേറെ ഒന്നും ഇറക്കിയിട്ടില്ലായിരുന്നുവെങ്കിലും ലകഫത്ഹു, ഈ സൂറത്ത് തന്നെ എന്താകുമായിരുന്നു? അവർക്ക് മതിയാകുന്നതാണ്. അവർക്ക് ഇൽമു പഠിക്കാൻ ഉള്ള തെളിവായിട്ട്, അമല് ചെയ്യാൻ, ദഅവത്ത് ചെയ്യാൻ, ക്ഷമ അവലംബിക്കാൻ, അവരെ പ്രേരിപ്പിക്കാൻ എന്ത് തന്നെ മതി? ഈ ഒറ്റ സൂറത്ത് മതി. ഈ കാര്യങ്ങൾക്കുള്ള തെളിവായിട്ട് എന്ത് മതി എന്നർത്ഥം? ഈ സൂറത്ത് മതി എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ അടിമകൾക്ക് എല്ലാ കാര്യങ്ങൾക്കുമുള്ള തെളിവായിട്ട് ഇത് മതി എന്നല്ല. ഒരാള് ഇൽമു പഠിക്കാൻ, അതിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്ന, അതിനെ അമൽ ചെയ്യുന്നതിൽ, ദഅവത്ത് ചെയ്യുന്നതിൽ, ക്ഷമ അവലംബിക്കുന്നതിലെല്ലാം അവനെ പര്യാപ്തനാക്കുന്ന
തെളിവായിട്ട് ഇത് തന്നെ മതി, വേറെ ഒന്നുമില്ലെങ്കിലും ഇത് തന്നെ മതിയാകും എന്നർത്ഥം. മഖ്സൂദുഹു റഹിമഹുല്ലാ എന്റെ ശാരി പറയാണ്, അന്ന ഹാദിഹി സൂറ വഹ്ദഹാ തക്ഫീ ലിഖിയാമിൽ ഹുജ്ജ അലൽ ഖൽഖി ലിയതഅല്ലമു വയഅമലു വയദ്ഉ വയസ്ബിറു. അടിമകൾ മനുഷ്യർ പഠിക്കുന്നതിനും അമൽ ചെയ്യുന്നതിനും ദഅവത്ത് ചെയ്യുന്നതിനും ക്ഷമിക്കുന്നതിനും അതിനുള്ളതായ എന്തായിട്ട് തെളിവായിട്ട് അതിന് തെളിവ് സ്ഥാപിക്കാൻ എന്ന് മതി, ഈ സൂറത്ത് മാത്രം മതി എന്നർത്ഥം. അപ്പൊ ഫമാ ബാലുക ബിബാഖി സൂവരിൽ ഖുർആൻ ഫൽ ഖുർആൻ കുല്ലുഹു ഹുജജുൻ. അപ്പൊ പിന്നെ ബാക്കിയുള്ള സൂറത്തുകളുടെ അവസ്ഥ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ധാരാളം തെളിവുകൾ ഉണ്ട്, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത പറയുന്ന, അതേപോലെ അമൽ ചെയ്യുന്നതിന്റെ, ദഅവത്ത് ചെയ്യുന്നതിന്റെ, ക്ഷമ അവലംബിക്കുന്നതിന്റെ എല്ലാം അതിലേക്ക് അതിന്റെ അനിവാര്യതയെ പഠിപ്പിക്കുന്ന ധാരാളം ആയാത്തുകളും സൂറത്തുകളെല്ലാം ഉണ്ട്. പക്ഷെ ഇത് തന്നെ മതി ഒരു മനുഷ്യന്, അവന് അള്ളാഹുവിന്റെ മുന്നിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹു അവനെതിരിൽ നടപടിയെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തെളിവ് സമർപ്പണമായിട്ട് എന്ത് മതി, ഇത് മതി. ഇനി അവനെന്തില്ല, വേറെ ഉദർ അല്ലെങ്കിൽ ഒഴികഴിവ് പറയാൻ വേറെ ഒന്നും വേണ്ട, ഈ ഒരു സൂറത്ത് തന്നെ മതിയാകും എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഇമാം ഷാഫി പറഞ്ഞതിന്റെ അർത്ഥം. അതിനുശേഷം വീണ്ടും ഇമാം ബുഖാരി റഹ്മഹുള്ളയുടെ മറ്റൊരു ഉദ്ധരണി കൊണ്ടുവരികയാണ്. ബുഖാരി റഹ്മഹുള്ളയുടെ ഒരു ശൈലി പറയുകയാണ്, വഖാല അൽ ബുഖാരി റഹിമഹുല്ലാ ബാബുൻ അൽ ഇൽമു ഖബല അൽ ഖൗലി വൽ അമൽ. ഇമാം ബുഖാരി റഹ്മഹുള്ള തന്റെ സ്വഹീഹിൽ ഒരു അധ്യായം കൊണ്ടുവരികയാണ്. അധ്യായത്തിന്റെ പേര് ഇതാണ്, ബാബുൻ അൽ ഇൽമു ഖബല അൽ ഖൗലി വൽ അമൽ. ഒരു അധ്യായമാണിത്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് എന്ത് വേണം, ഇൽമ് കരഗതമാക്കേണ്ടതുണ്ട് എന്നതിനേക്ക് സൂചിപ്പിക്കുന്നതായ, അത് പഠിപ്പിക്കുന്നതായ അധ്യായമാണ്. എന്നിട്ട് ഇമാം ബുഖാരി പറഞ്ഞു, വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിന്റെ ആയത്താണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വബദഅ ബിൽ ഇൽമി ഖബല അൽ ഖൗലി വൽ അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ആദ്യം പഠിക്കാനാണ് പറയുന്നത്. ഫഅലം, നീ അറിയണം. അറിയണമെന്ന് പറഞ്ഞാൽ പഠിക്കണം എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ ആയിട്ട് ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നത്. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാര്യം ഇബാദത്തിന് അർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, നീ പഠിക്കേണ്ടതുണ്ട്. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അതിനുശേഷമാണെന്ത്, വാക്കും പ്രവൃത്തിയെല്ലാം. എന്നിട്ട് നീ എന്ത് ചെയ്യുക, താങ്കൾക്ക് വേണ്ടിയും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചന പ്രാർത്ഥനകൾ നടത്തുക. അപ്പൊ ഒന്നാമത് വേണ്ടത് തന്നെയാണ് ഇൽമ് തന്നെയാണ്. ഫബദഅ ബിൽ ഇൽമി ഖബല അൽ ഖൗലി വൽ അമൽ, ഖൗലിനും വാക്കുകൾക്കും പ്രവർത്തികൾക്കും മുന്നേ ഇൽമു കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു. അപ്പോ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ആദ്യം ഇൽമ് വേണം എന്നുള്ളതിന്റെ തെളിവാണിത് ഇമാം ബുഖാരി റഹിമഹുള്ള കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാൾ അമൽ ചെയ്യുന്നതിന് മുമ്പ്, ദഅവത്ത് ചെയ്യുന്നതിന് മുമ്പൊക്കെ എന്തേ വേണം, ഇൽമാണ് ഒന്നാമതായിട്ട് വേണ്ടത് എന്നുള്ളതിലേക്കുള്ളതായ തെളിവാണിത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷേഖ് ഹൈസം ഫർഹാൻ പറയുന്നു, ബവ്വബ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് കിതാബഹു സഹീഹൽ ബുഖാരി. ഹദീസിന്റെ വിഷയത്തിൽ മുഅ്മിനീങ്ങളുടെ അമീറാണ് ആര്, ഇമാം ബുഖാരി റഹിമഹുല്ലാ. ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ എന്ത് ചെയ്യാണ്, ഒരു അധ്യായം കൊണ്ടുവന്നിരിക്കുകയാണ്, ബാബുൻ അൽ ഇൽമു ഖബല അൽ ഖൗലി വൽ അമൽ. എന്നിട്ട് വദക്കറ ദലീൽ, അതിനെന്ത് ചെയ്തു, ദലീലും പറഞ്ഞു, തെളിവും പറഞ്ഞു. ഫലാ ബുദ്ദ അവ്വലൻ മിനൽ ഇൽമി ഖബല അൽ ഖൗലി വൽ അമൽ, അപ്പോ അനിവാര്യമായിട്ടും വാക്കുകളുടെയും പ്രവർത്തികളുടെയും മുന്നെന്ത് വേണം, ഇൽമ് വേണ്ടതാണ്. ഫലാ യസ്ഹിഹു അൻ യഅമല ബിലാ ഇൽമിൻ വഇല്ലാ കാന ഫീഹി ശബഹുൻ ബിൻ നസ്വാറ. അപ്പോ ഇൽമില്ലാതെ എന്ത് ചെയ്യുക, അമൽ ചെയ്യുക എന്നുള്ളത് സ്വഹീഹായ നടപടിക്രമമല്ല, ശരിയായ രീതിയല്ല. അങ്ങനെ ഒരാൾ ചെയ്താൽ അത് മുഖേന എന്താണ് സംഭവിക്കുക, അവൻ നസ്വാറാക്കളുടെ തുല്യനായി മാറും. അവരോട് ഒരു സാദൃശ്യം എന്ത് ചെയ്യും അവനിൽ. നസ്വാറാക്കൾ ധാരാളം അമൽ ചെയ്യുമായിരുന്നു, പക്ഷെ എന്തായിരുന്നില്ല, ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അമ്പിയാക്കൾ പഠിപ്പിച്ചതുപോലെയല്ല അവരെന്ത് ചെയ്തത്, പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഇതാണ് 4 മസ്അലകൾ. ഈ ഗ്രന്ഥത്തിലെ 5 കാര്യങ്ങളാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം ഈ 4 മസ്അലകളാണ്. ആ 4 മസ്അലകളാണ് എന്ത് ചെയ്തത്, നമ്മൾ ചെറിയ വിശദീകരണത്തിലൂടെ ഷേഖ് ഫർഹാൻ ഹഫിളഹുല്ലാ വിവരിച്ചത്.
ഈ കിതാബിലെ രണ്ടാമത്തെ കാര്യം അൽ മസായിലു സലാസ, 3 മസ്അലകളാണ്. ഇഅലം റഹിമക്കല്ലാഹ്, നമ്മൾ പറഞ്ഞു മുസന്നിഫ് റഹിമഹുല്ലാഹ് നിരന്തരം അദ്ദേഹത്തിന്റെ കിതാബുകളിൽ എന്ത് ചെയ്യുന്നു, ശ്രോതാക്കൾക്ക് വേണ്ടി, അത് വായിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഈ ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ വട്ടാണ് എന്ത് ചെയ്യുന്നു, വീണ്ടും റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇഅലം, നീ അറിയണം, റഹിമക്കല്ലാഹ്, അള്ളാഹു നിനക്ക് എന്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ. അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ആദ്യം പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും അനിവാര്യമായ 4 കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മേലും നിർബന്ധമായ കാര്യമാണ് തഅല്ലുമു സലാസി ഹാദിഹിൽ മസായിൽ, ഈ പറയപ്പെടാൻ പോകുന്ന 3 കാര്യങ്ങൾ എന്ത് ചെയ്യല്, പഠിക്കൽ, വൽ അമലു ബിഹിൻ, അതുകൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളതും എന്താണ്, നിർബന്ധമാണ്. ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും അനിവാര്യമാണ്. അതേതാണ് ആ കാര്യങ്ങൾ? ഇത് വിശദീകരിക്കുന്നിടത്ത് ഷാരിഹ് പറയുന്നു, ബദഅ അൽ മുസന്നിഫു ഹാദൽ ജുസ്അ മിനൽ മത്നി ബിദ്ദുആഇ ലിത്വാലിബ്, ഈ ഭാഗവും മുസന്നിഫ് റഹിമഹുല്ലാഹ് വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോട് എന്ത് ചെയ്യുന്നു, ആരംഭിക്കുന്നു. വഖദ് ദഅ അൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഫിൽ ഉസൂലി സലാസത്തി ലിത്വാലിബി ഫി 3 മവാദിഅ, ഉസൂൽ സലാസയിൽ 3 സ്ഥലങ്ങളിൽ മുഅല്ലിഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഈ ബിദായത്തിൽ മസാഇൽ 4, ആദ്യം പറഞ്ഞ 4 മസാലയുടെ ആരംഭത്തിൽ കാണാം. ثم هنا عند المسائل 3, പിന്നെ ഈ പറയുന്ന 3 മസ്അലകൾ പറയാൻ പോകുന്നിടത്തും അത് കാണാം. അതേപോലെ വൽ മൗദിഉ الثالث, മൂന്നാമത്തേത് ഇഅലം അർഷദകല്ലാഹു ലിതാഅതി അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം, അതായത് തൗഹീദിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു ഭാഗം കൂടി ശേഷം വരുന്നുണ്ട്. അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്രാർത്ഥന മുസന്നിഫ് റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തിലേക്ക്, ഈ 3 മസ്അലകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനൊരു മുഖപുര നൽകിയിരിക്കുകയാണ് ഇതിന്റെ ശാരിഹ്. അതിൽ എന്താണ് തൗഹീദ് എന്നാണ് ആ മുഖവരയിൽ വിവരിക്കുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം, ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്ദറു വഹദ യുവഹിദു തൗഹീദ്. വഹദ എന്ന വെർബിന്റെ എന്താണ്, മസ്ദറാണ്, വെർബൽ നൗണാണിത്. തൗഹീദ് എന്നുള്ളത് ക്രിയാനാമമാണ്. ഭാഷയിൽ വഹദ എന്നുള്ളതായ ക്രിയയുടെ ക്രിയാനാമമാണെന്ത്, തൗഹീദ്. വഹദ എന്ന് പറഞ്ഞാൽ വഹദ ഷൈ എന്ന് പറഞ്ഞാൽ ഇദാ ജഅലഹു വാഹിദൻ, അതിനെ ഏകനാക്കുക, ഒറ്റയാക്കുക എന്നാണ് എന്ത്, ഭാഷയിൽ അതിന്റെ അർത്ഥം. അപ്പോൾ ഒറ്റയാക്കൽ, ഏകനാക്കൽ എന്നാണ് തൗഹീദ് എന്ന ക്രിയാനാമത്തിന്റെ അർത്ഥം വരുന്നത്, ഏകനാക്കുക എന്നുള്ള അർത്ഥത്തിനാണ്. എന്നാൽ ശരീഅത്തിന്റെ ഭാഷയിൽ എന്താണ് തൗഹീദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ നിർവചനം വളരെ സുന്ദരമായി ഷാരിഹ് അവിടെ പറയുന്നുണ്ട്. എന്താണ് തൗഹീദ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കലാണ്, ഇഫ്റാദ് ചെയ്യലാണ്, തനിപ്പിക്കലാണ്, ഏകനാക്കലാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ തനിപ്പിക്കുക, ഏകനാക്കുക? ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് പ്രത്യേകമായ കാര്യങ്ങൾ കൊണ്ട്. അള്ളാഹുവിന് ചില ഖുസൂസിയാത്തുകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന് എന്ത് ചെയ്യുക, അള്ളാഹുവിനെ ഏകനാക്കുക. അതിനാണ് തൗഹീദ് എന്ന് പറയുക. അപ്പോ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏതൊന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടുണ്ടോ ആ ഒരു കാര്യം കൊണ്ട് അള്ളാഹുവിനെ എന്ത് ചെയ്യുക, ഏകനാക്കുക. അത് ഏതാണ് ആ കാര്യം? മിനർ റുബൂബിയ്യ, അത് റുബൂബിയ്യത്തിനാൽ അള്ളാഹു മാത്രമാണ് റബ്ബ്. റുബൂബിയ്യത്തിന്റെ ധാരാളം സവിശേഷതകളുണ്ട്. ആ കാര്യങ്ങളിൽ അള്ളാഹു എന്താണ്, ഏകനാണ്. അതേപോലെ വൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിന്റെ കാര്യത്തിലും ഇബാദത്തിനുള്ള അർഹത അള്ളാഹുവിന് മാത്രമാണ് ഉള്ളൂ. അത് അള്ളാഹുവിന് ഖാസായ കാര്യമാണ്. അത് അള്ളാഹുവിന് തനിപ്പിക്കുക. മൂന്നാമതായിട്ട് വൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാ സിഫാത്തുകളുടെ കാര്യത്തിലും എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ ഖുസൂസിയ്യത്തിന്, അള്ളാഹു അതുകൊണ്ട് പ്രത്യേകമായിട്ടുണ്ട്, അത് അള്ളാഹു മാത്രം എന്ത് ചെയ്യുക, വകവച്ചു കൊടുക്കുക. അപ്പോൾ ഏതൊരു കാര്യം കൊണ്ട് അള്ളാഹു പ്രത്യേകമായിട്ടുണ്ടോ, ഖാസായിട്ടുണ്ടോ, ആ കാര്യം അള്ളാഹുവിന് മാത്രം എന്ത് ചെയ്യുക, വകവച്ചു കൊടുക്കുക. ഇതിനാണ് എന്തെന്ന് പറയുന്നത്, തൗഹീദ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിന്റെ ആമുഖത്തിൽ തൗഹീദിന്റെ 3 ഇനങ്ങൾ വിവരിക്കുകയാണ്. തൗഹീദിന്റെ 3 ഇനങ്ങളിൽ ഈ പറഞ്ഞതാണ്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യത്താണ്.
തൗഹീദ് റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബി അഫ്ആലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക ഏത് വിഷയത്തിൽ? അവന്റെ അഫ്ആലുകളിൽ. അതാണ് റുബൂബിയ്യത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിന്റെ അഫ്ആലുകൾ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ അവന്റെ കാര്യങ്ങൾ പരിപാലിക്കുക, റിസ്ക് കൊടുക്കുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, നിയമങ്ങൾ നൽകുക, ഇതെല്ലാം അള്ളാഹുവിന്റെ എന്താണ്? റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ അഫ്ആലുകളാണ്. അള്ളാഹുവിന്റെ അഫ്ആലുകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ എന്ത് ചെയ്യുക? ഏകനാക്കുക. ഇതാണ് റുബൂബിയ്യത്ത്. അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെ, ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഖൽഖി വൽ മുൽകി വത്തദ്ബീർ. അപ്പോൾ റുബൂബിയ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷതകളാണിത്, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: ഖൽഖ്, മുൽക്ക്, തദ്ബീർ. സൃഷ്ടിപ്പ്, ഉടമസ്ഥത, അതേപോലെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഇതാണ് റുബൂബിയ്യത്തിന്റെ ഏറ്റവും സവിശേഷമായ അടിസ്ഥാനപരമായ ഗുണങ്ങൾ. ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക, വിശ്വസിക്കുക. ഇതാണ് റുബൂബിയ്യത്തിന്റെ വേറൊരു വാക്കിൽ പറഞ്ഞാലുള്ളതായ നിർവചനം. ഏറ്റവും ചുരുക്കി മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ അള്ളാഹുവിനെ എന്ത് ചെയ്യുക? ഏകനാക്കുക. ഇതാണ് റുബൂബിയ്യത്ത് കൊണ്ടർത്ഥം. രണ്ടാമത് തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റുബൂബിയ്യത്ത് പറഞ്ഞതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എന്താണ്? അടിമകൾ അള്ളാഹുവിന് സമർപ്പിക്കേണ്ട അടിമകളുടെ പ്രവൃത്തി ഉണ്ടല്ലോ, അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. റുബൂബിയ്യത്ത് അള്ളാഹുവിന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് എന്ന് എന്ത് ചെയ്യുക? അള്ളാഹുവിന് മാത്രം അതിൽ പ്രത്യേകമാക്കുക, ഏകനാക്കുക. ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മനുഷ്യർ സമർപ്പിക്കേണ്ട മനുഷ്യരുടെ കർമ്മങ്ങളുണ്ടല്ലോ, മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികൾ, ദുആ ചെയ്യുന്നു, നേർച്ചയർപ്പിക്കുന്നു, അല്ലെങ്കിൽ പേടിക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അതുപോലുള്ളതായ ധാരാളം ഇബാദത്തുകൾ, ഇസ്തിഗാസ, ഇസ്തിആന പോലുള്ളതായ പ്രാർത്ഥനകൾ, ഇതെല്ലാം എന്ത് ചെയ്യുക? ഇബാദത്തുകൾ, മനുഷ്യർ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം എന്ത് ചെയ്യുക? സമർപ്പിക്കുക. ഇവിടെ മുസന്നിഫ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഇബാദ. ഇബാദത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുക? ഏകനാക്കുക. അപ്പോൾ ഇബാദത്തായിട്ട് പഠിപ്പിക്കപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്. അള്ളാഹു കൽപ്പിച്ചതായ, അടിമകളോട് കൽപ്പിച്ച കാര്യങ്ങൾ. ഒരു പ്രവൃത്തി ചെയ്താൽ ഇന്നതിന് ഇന്ന പ്രതിഫലമുണ്ട് എന്നുള്ള പറയുന്നുണ്ട്, അത് ഇബാദത്താണ്. ഇങ്ങനെ ഇബാദത്തായിട്ട് പഠിപ്പിക്കപ്പെട്ട എന്തെല്ലാം ഇനങ്ങളുണ്ടോ ഇതെല്ലാം അള്ളാഹുക്ക് മാത്രം കൊടുക്കുക. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത്. മൂന്നാമത്തെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്താണ്. അത് ഇപ്രകാരമാണ് വിശദീകരിക്കുന്നത്: ഇഫ്റാദുല്ലാഹി ബിമാ സമ്മാ വവസഫ ബിഹി നഫ്സഹു ഫീ കിതാബി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ അവന് വിശേഷിപ്പിച്ചിരിക്കുന്നതായ വിശേഷണങ്ങൾ, അവന് വച്ചിരിക്കുന്നതായ നാമങ്ങൾ, അത് അള്ളാഹുവിന് മാത്രം ചെയ്യുക, ഏകമാക്കുക. ഇഫ്റാദുല്ലാഹി അള്ളാഹുവിനെ ഏകനാക്കലാണ്. ബിമ ഒരു കാര്യം കൊണ്ട്. ഏത് കാര്യം കൊണ്ടാണ്? സമ്മ, ആ കാര്യം കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? പേര് വച്ചിരിക്കുന്നു. വസഫ ബിഹി, ആ കാര്യം കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നു. നഫ്സഹു, ആരെ? അള്ളാഹുവിനെ. അപ്പൊ ആ കാര്യം കൊണ്ട് അള്ളാഹു അവന് വിശേഷിപ്പിക്കുകയോ അവന് പേര് നൽകുകയോ ചെയ്തിരിക്കുന്നു. അള്ളാഹു അവന് നൽകിയിരിക്കുന്ന പേരുകൾ, അള്ളാഹു അവന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ, ഇത് എന്ത് ചെയ്യുക? അത് അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് ഏകമാക്കുക. ഫീ കിതാബി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ. അതേപോലെ തന്നെ ഔ അലാ ലിസാനി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അള്ളാഹുവിന് നൽകിയിരിക്കുന്ന പഠിപ്പിക്കപ്പെട്ടതായ അള്ളാഹുവിന്റെ നാമങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ഇതിൽ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഏകനാക്കുക. എങ്ങനെയാണത് ഏകമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വദാലിക, അത് ബിഇസ്ബാതി മാ അസ്ബത ലിനഫ്സിഹി, അത് സ്ഥാപിക്കൽ കൊണ്ടാണ്, അത് ഉണ്ട് എന്ന് വിശ്വസിക്കുക, അള്ളാഹുവിനെ സ്ഥിരീകരിക്കുക, അസ്മാകളും സിഫാത്തുകളും. ബിഇസ്ബാതി മാ അസ്ബത, ബിഇസ്ബാതി മാ, ഒന്നിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ്. ഏതൊന്നാണ്? അസ്ബത ലിനഫ്സിഹി, അള്ളാഹു അവന്റെ നഫ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അത് അവന്റെ പേരായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സിഫത്ത് അള്ളാഹു അവന്റെ സിഫത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ മാ അസ്ബത ലിനഫ്സി, അള്ളാഹു അവന്റെ നഫ്സിന് സ്ഥിരപ്പെടുത്തിയതായ അസ്മാകൾ, സിഫാത്തുകൾ, അത് നമ്മൾ എന്ത് ചെയ്യുക? സ്ഥിരപ്പെടുത്തുക. അതേപോലെ തന്നെ വനഫീ മാ നഫഅ അൻ നഫ്സിഹി, അള്ളാഹു അവന്റെ നഫ്സിന് നിഷേധിച്ചതായ കാര്യങ്ങളുണ്ട്, അതിനെന്ത് ചെയ്യുക? നമ്മൾ നിഷേധിക്കുക. അവന് ഉറക്കമുണ്ടാവുകയില്ല, മരണമുണ്ടാവുകയില്ല,
അവന് തളർച്ചയില്ല, ക്ഷീണമില്ല. ഇങ്ങനെ അള്ളാഹു അവന് നിഷേധിച്ചതായ കാര്യങ്ങളുണ്ട്, അത് നമ്മളൊന്ന് ചെയ്തേക്കുക, ഇല്ല എന്ന് പറഞ്ഞേക്കുക, അതിന് നിഷേധിക്കുക. ഇതിനാണെന്ന് പറയുക തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അത് എപ്രകാരമാണ്? മിൻ ഗൈരി തഹരീഫിൻ വലാ തഅ്തീലിൻ വഗൈരി തക്യീഫിൻ വലാ തംസീലിൻ. അതിനെ ഏതെങ്കിലും രീതിയിൽ തഹരീഫ് ചെയ്യാൻ പാടില്ല, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ പാടില്ല. എങ്ങനെയാണോ അള്ളാഹു അവന് നൽകിയ പേര്, വിശേഷണം, അതങ്ങനെ തന്നെ എന്ത് ചെയ്തിരിക്കുക, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ വിശ്വസിക്കുക. അതിനെ ഇല്ല എന്ന് നിഷേധിക്കാനും പാടില്ല. അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും പൂർണ്ണമായി നിഷേധിക്കുന്ന ആളുകളുണ്ട്. ഇസ്മിനെ മാത്രം, അസ്മാകളെ മാത്രം അംഗീകരിക്കുകയും സിഫാത്തുകൾ നിഷേധിക്കുകയും ചെയ്ത ആളുകളുണ്ട്. ചില സിഫാത്തുകൾ അംഗീകരിക്കുകയും വേറെ ചില സിഫാത്തുകൾ നിഷേധിക്കുകയും, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ മാർഗത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചിട്ടുണ്ട്. അപ്പോ അതിനെ താത്വീൽ ചെയ്യാതിരിക്കും. താത്വീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യാതിരിക്കുക, അത് നിഷേധിക്കാതിരിക്കുക. അതേപോലെ തന്നെ വായിനി തഖീഫിന് വലാ തംസീൽ, അതിന് ഏതെങ്കിലും പ്രത്യേകമായ രൂപം നൽകുക, അല്ലെങ്കിൽ അത് ഇന്നതുപോലെയാണ് എന്ന് പറയുക, ഇതൊന്നും കൂടാതെ തംസീൽ ചെയ്യാതെ, അല്ലെങ്കിൽ അതിന്റെ തഖീഫ് കൈഫിയത്ത് വിശ്വസിക്കാതെ, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച നിലയിൽ അള്ളാഹുവിന് എന്തുണ്ട്, ആ സിഫത്തുണ്ട് എന്ന് വിശ്വസിക്കുക, അത് സ്ഥിരപ്പെടുത്തുക. ഇതിനാണെന്ന് പറയുന്നത് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഇവിടെ വിശദീകരിക്കുകയാണ്. അൽ അസ്മാഉ വസിഫാത്തു തൗഖീഫിയ്യ, അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും തൗഖീഫിയ്യത്താണ്. തൗഖീഫിയ്യത്ത് എന്നാണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്തില്ല, ഗവേഷണത്തിനൊന്നും യാതൊരു വകയുമില്ല. എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അവിടെ നിൽക്കുക, അതാണ് തൗഖീഫിയ്യ എന്ന് പറയുന്നത്. അതായത് യുതവഖഫു ഫീഹാ അലാ മാ വറദ ഫിൽ കിതാബി വസ്സുന്ന, കിതാബിലും സുന്നത്തിലും ഖുർആനിലും സുന്നത്തിലും വന്നത് എന്താണോ അതിന്റെ മേൽ നിർത്തുക, അതിനാണ് തൗഖീഫിയ്യ എന്ന് പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ അസ്മാകളുടെയും സിഫാത്തുകളുടെയും കാര്യം അതിന്റെ അടിസ്ഥാനം എന്താണ്? തൗഖീഫിയ്യത്താണ്. ആർക്കെങ്കിലും ഗവേഷണം നടത്തി എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതാ അള്ളാഹുവിന് ഇങ്ങനെ ഒരു നാമുണ്ട് എന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റൂല. തൗഖീഫിയ്യത്താണ്. അള്ളാഹുവാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വിശദീകരിച്ച് നൽകാൻ. അതും ഏറ്റവും സുവ്യക്തമായ നിലയിലാണ് എന്ത് ചെയ്യുക, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ കെട്ടിക്കൊടുക്കുകളൊന്നുമില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമാണ് ഏറ്റവും മഹത്തായ ഇൽമ്. ആ ഇൽമ് ഏറ്റവും സുവ്യക്തമായിട്ട് അള്ളാഹു ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കപ്പെട്ടതുപോലെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സുന്ദരമായ വാക്കുകളിൽ, വാളിഹായ വ്യക്തമായ വാക്കുകളിൽ സംസാരിക്കുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലോസഫേഴ്സ്, തത്വചിന്തകര്, അവര് ഇന്നത് അള്ളാഹുവിന് പറ്റണതാണ്, ഇന്നത് പറ്റൂല, ഇങ്ങനെ അള്ളാഹുവിന് വജുഹുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെയായാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാകും, അള്ളാഹു അർശിന് മേലെയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇന്നത് വേണം, ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, വലിയ കാട് കയറേണ്ടതില്ല. അള്ളാഹു വളരെ സുവ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്നത് എന്താണോ അതേപോലെ എന്ത് ചെയ്തിരിക്കുക, മനസ്സിലാക്കുക. അതിന് ഏതെങ്കിലും രൂപം നമ്മൾ സങ്കല്പിക്കേണ്ടതില്ല. അത് ഇന്നതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പറയേണ്ടതില്ല. അതല്ലാതെ അതിനെ വിശ്വസിച്ചേക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അത് തൗഖീഫിയ്യത്താണ്. തൗഖീഫിയ്യത്ത് വദാലിക ബിഇസ്ബാതി മാ അസ്ബതഹു അല്ലാഹു സുബ്ഹാനഹു വതആല ലിനഫ്സിഹി ഫീ കിതാബിഹി ഔ മാ അസ്ബതഹു ലഹു റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തിയതിൽ എന്ത് ചെയ്യലാണ്, സ്ഥിരപ്പെടുത്തലാണ്. വനഫീ മാ നഫാഹു അല്ലാഹു സുബ്ഹാനഹു വതആല അൻ നഫ്സിഹി ഫീ കിതാബിഹി ഔ നഫാഹു അൻഹു റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അവനില്ല എന്ന് നിഷേധിച്ച കാര്യങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, നിഷേധിക്കുക. ഇതാണ് തൗഖീഫിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണതാണ്. ഏതുപോലെ മിസ്ലു ഖൗലിഹി തആല ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് മയക്കമോ ഉറക്കമോ എന്ത് ചെയ്യൂല, സംഭവിക്കുകയില്ല, പിടികൂടുകയില്ല. വമാ മസ്സനാ മിൻ ലുഗൂബ്, നമുക്കൊരു ക്ഷീണം എന്ത് ചെയ്യൂല, സംഭവിക്കുകയില്ല. മിൻ ഗൈരി തഹരീഫിൻ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കേണ്ടതില്ല. വലാ തഅ്തീലിൻ, അതില്ല എന്ന് പറയേണ്ടതില്ല. വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീലിൻ, അതിന്റെ രൂപം സങ്കല്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് ഇന്നതുപോലെയാണെന്ന് പറയേണ്ടതില്ല. ഇതൊന്നും ചെയ്യാണ്ടെന്നിരിക്കുക,
അതിനെ സ്ഥാപിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ ഒരാൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ട നടപടി അതാണ്. അപ്പോ ഇതിന്റെ ഒരു മുഖദ്ദിമയാണ് എന്ത് ചെയ്തത്, മുസന്നിഫ് നൽകിയത്. അപ്പൊ ഇത് പറയുന്ന പ്രധാനപ്പെട്ട 3 മസ്അലകളാണ് പറയുന്നത്. ആ 3 മസ്അലയുടെ ഖുലാസ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഷാരിഹ് പറയുന്നുണ്ട്. 3 മസ്അലയുടെ ഖുലാസ പ്രകാരമാണ്. ഒന്നാമത്തെ മസ്അല തൗഹീദുർ റുബൂബിയ്യ വ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഒന്നാമത്തെ മസ്അലയിൽ പറയുന്നത് എന്തൊക്കെയാണ്? തൗഹീദുൽ ഉലൂഹിയ്യത്തും തൗഹീദുർ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തുമാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ മസ്അലയിൽ പറയുന്നത്. തൗഹീദു റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഇതിന് മൊത്തത്തിൽ ഉലമാക്കൾ, പഴയ പൂർവികരായ ഉലമാക്കൾ തൗഹീദുൽ ഇൽമി എന്നാണ് പറയുന്നത്. തൗഹീദുൽ ഇൽമി എന്നാണ്. ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യുക ഉലമാക്കൾ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അവൻ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്, അതേപോലെ തന്നെ ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. നിങ്ങൾ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ച്, അതേപോലെ ഭൂമിയെ സൃഷ്ടിച്ചത്, അതിനുശേഷം അവകൾക്കിടയിലൂടെ വഹി അല്ലാഹു ഇറക്കുന്നതെല്ലാം ലിതഅലമൂ, എന്തിനാണ്? നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തറിയാൻ വേണ്ടിയിട്ടാണ്? ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച്, റുബൂബിയ്യത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ കുറിച്ച് നിങ്ങൾ അറിയുക. അവന്റെ ഇൽമ് സകലതിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ് എന്നല്ല നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ഇതാണ് തൗഹീദുൽ ഇൽമി എന്ന് ഉലമാക്കൾ പറയുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ മസ്അലയിൽ പറയുന്നത്. തൗഹീദു അൽ അമലി ആണെന്ത്, രണ്ടാമത്തേത്. അതായത് തൗഹീദുൽ ഉലൂഹിയ്യ, ഇബാദത്തുകൾ എന്ത് ചെയ്യുക, അള്ളാഹുവിന് കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ടുമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. 7 ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് എന്തിനാണ്? തൗഹീദിന് വേണ്ടിയിട്ടാണ്. തൗഹീദുൽ ഇൽമിയാണ് അവിടെ പറയുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന വർഗ്ഗങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ല സൃഷ്ടിച്ചിട്ടില്ല. അതെന്താണ് പറയുന്നത്? തൗഹീദുൽ അമലിയാണ് പറയുന്നത്. അപ്പോൾ തൗഹീദിന് വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്, പ്രപഞ്ചത്തെ അഖിലവും സൃഷ്ടിച്ചത്. അപ്പോൾ രണ്ടാമത്തെ മസ്അല അതാണ്, തൗഹീദുൽ ഉലൂഹിയ്യ. അതിനെന്തെന്ന് പറയും? തൗഹീദുൽ അമലി എന്നും പറയും. മൂന്നാമത്തെ മസ്അല അൽ മസ്അലത്തു സാലിസ അൽ ബറാഅത്തു മിന ശിർക്ക് വ അഹ്ലി. ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും എന്ത് ചെയ്യുക, ബറാഅത്ത് പറയലാണ്. അവരോടുള്ളതായ ബന്ധം ഏത് രീതിയിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പറയുന്നതാണ്. അതാണ് മൂന്നാമത്തെ മസ്അല. ഇനി അതിന്റെ മത്നിലേക്ക് വന്നാൽ ഈ 3 മസ്അലകളിൽ ഒന്നാമത്തെ മസ്അല അൽ ഊല അന്നല്ലാഹ ഖലഖനാ വറസഖനാ വലം യത്രുക്നാ ഹമല ബൽ അർസല ഇലൈനാ റസൂല ഫമൻ അതാഅഹു ദഖലൽ ജന്ന വമൻ അസാഹു ദഖലൻ നാർ. ഒന്നാമത്തെ മസ്അല ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. അവൻ നമുക്ക് എന്ത് ചെയ്യുന്നു, റിസ്ക് നൽകി. എന്നിട്ട് വലം യസ്റുഖന ഹമല, അവൻ നമ്മെ തോന്നിയവാസികളായിട്ട് വിട്ടേക്കണോ? അല്ല, മരണത്തോടെ അവസാനിക്കൂല. നമ്മുടെ ജീവിതം മരണത്തോടെ അവസാനിക്കാനുള്ളതല്ല. അപ്പോൾ അതിനൊരു ലക്ഷ്യം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ബൽ അർസല ഇലൈനാ റസൂല, അവൻ നമ്മിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലിനെ അയച്ചിട്ടുണ്ട്. ഫമൻ അതാഅഹു ദഖലൽ ജന്ന, ആരാണോ ആ റസൂലിനെ വഴിപ്പെടുന്നവൻ അവൻ എന്ത് ചെയ്യും, സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാഹു ദഖലൻ നാർ, ആരാണോ ആ റസൂലിനോട് അനുസരണക്കേട് കാണിക്കുന്നവൻ അവൻ എന്ത് ചെയ്യും, നരകത്തിൽ പ്രവേശിക്കും. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞ കാര്യത്തിനുള്ള ദലീലാണ് പറയുന്നത്. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂല, അല്ലാഹു പറയാണ്, നാം നിങ്ങളിലേക്ക് റസൂലിനെ അയച്ചു. ഷാഹിദൻ അലൈക്കും, നിങ്ങളുടെ മേൽ സാക്ഷിയായിക്കൊണ്ട്. ഏതുപോലെ കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫിർഔനിലേക്ക് നാം ഒരു റസൂലിനെ അയച്ചതുപോലെ. ഫഅസാ ഫിർഔനു റസൂൽ, ഫിർഔൻ എന്ത് ചെയ്തു, ആ റസൂലിനെ ധിക്കരിച്ചു. ഫഅഖദ്നാഹു അഖദൻ വബീല, ശക്തമായ കഠിനമായ പിടുത്തം നാം എന്ത് ചെയ്തു, അവനെ പിടിക്കുകയും ചെയ്തു. അപ്പോ ഇതില് ഇപ്പോ ഒന്നാമത്തെ മസ്അലയിൽ പറഞ്ഞ കാര്യം എന്താണ്? തൗഹീദുർ റുബൂബിയ്യത്തും അതേപോലെ തന്നെ തൗഹീദുൽ അസ്മാഇ വസിഫാത്തുമാണ് പറഞ്ഞത്.
ഇവിടെ ഒന്നാമത്തെ മസ്അലയിൽ മുസന്നിഫ് റഹിമഹുല്ല അസ്ബത ഫീഹ അൽ മുഅല്ലിഫ് റഹിമഹുല്ല തൗഹീദ് അർ-റുബൂബിയ്യ വ തൗഹീദ് അൽ-അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദ് അർ-റുബൂബിയ്യത്തും അതേപോലെ തന്നെ അസ്മാഉ സിഫാത്തും ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ഖലഖന, ഖൽഖ് എന്നുള്ളത് അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷതയാണ്. അതിൽ ഏതൊരു ഇസ്മുണ്ട്, അൽ ഖാലിഖ് എന്നുള്ളതായ ഇസ്മ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹു ഖാലിഖാണ്. വറസഖന, അവൻ നമുക്ക് റിസ്ക് നൽകുന്നു, അത് റുബൂബിയ്യത്തിന്റെ ഭാഗമാണ്. അതായത് അള്ളാഹു റസാഖാണ്, റിസ്ക് നൽകുന്നവനാണ്. അത് അള്ളാഹുവിന്റെ പേരാണ്, നാമമാണ്. വലം യത്രുക്കന ഹമല, ഐ മുഅത്തിലീൻ, നമ്മളെ വെറുതെ വിട്ടേക്കുമല്ല, അതായത് നിഷ്ക്രിയരായിക്കൊണ്ട് വെറുതെ വൃഥ നമ്മളെ വിട്ടുകളഞ്ഞേക്കുമല്ല. പിന്നെയോ ലാ അവാമിറ വലാ നവാഹി, കൽപ്പനകളൊന്നും നൽകാതെ അല്ലെങ്കിൽ നിരോധനങ്ങളൊന്നും നൽകാതെ വെറുതെ വിട്ടതല്ല, തോന്നിവാസികളായിട്ട് വിട്ടേക്കുമല്ല. ബൽ അർസല ഇലൈനാ റസൂല, എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഈ ഇതിൽ രണ്ട് കാര്യങ്ങളും വന്നു, തൗഹീദു റുബൂബിയ്യത്തും അതേപോലെ തന്നെ അസ്മാഉ സിഫാത്തും ഇതിലേക്കുള്ള സൂചന എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അംബിയാ മുർസലീങ്ങളെ നിയോഗിച്ചത്? അതിനുള്ള ലക്ഷ്യം അത് രണ്ട് കാര്യങ്ങളാണ്. അത് ഇവിടെ ശാരിഹ് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ഇഖാമത്തുൽ ഹുജ്ജത്തി അലൽ ഖൽഖ്, സൃഷ്ടികളുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിക്കലാണ്. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ പറയരുത് ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങളിലേക്ക് ഒരു റസൂൽ വന്നിട്ടില്ല, നിന്നെ പഠിപ്പിക്കാൻ, നിന്റെ തൗഹീദ് പറയാൻ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങളിലേക്ക് ആരും വന്ന് നിയോഗിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന് എന്ത് ചെയ്യരുത്, സൃഷ്ടികൾ പറയരുത്. അതിന് ഒരു ഹുജ്ജത്ത് എന്നുള്ള നിലയിലാണ് എന്ത് ചെയ്തത്. ഖുർആനിലും ഹദീസുകളിലും എല്ലാം ഉണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യും, ഷാഹിദീങ്ങളെ കൊണ്ടുവരും. ഓരോ അമ്പിയാക്കളെ, ഓരോ സമൂഹത്തിലേക്കും അവർ അമ്പിയാക്കൾ എന്ത് ചെയ്യും, സാക്ഷികളായി കൊണ്ടുവരുന്നതാണ്. അങ്ങനെ അമ്പിയാക്കളോട് അല്ലാഹു ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം എന്ത് ചെയ്തിട്ടുണ്ടോ, നിറവേറ്റിയിട്ടുണ്ടോ? അവർ പറയും അതെ നിറവേറ്റിയിട്ടുണ്ട്. അപ്പോൾ നിഷേധിക്കുന്നതാണ് ആ സമൂഹങ്ങൾ. അവരോട് ചോദിക്കും, ആ സമൂഹത്തോട് ചോദിക്കും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അവരുടെ ദൗത്യം നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല എന്ന് പറയും. അപ്പോ എന്താണ് തെളിവ് എന്ന് ഈ മുർസലീങ്ങളോട് അല്ലാഹു ചോദിക്കും. നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിറവേറ്റി എന്നുള്ളതിന് തെളിവ് ഹാജരാക്കാൻ പറയും. അപ്പോ അവർ പറയും ഉമ്മത്ത് മുഹമ്മദാണെന്ത് അതിനുള്ള തെളിവ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം അതിനെന്താണ്, സാക്ഷികളാണ്. കാരണം അവരെ ഉമ്മത്തൻ വസത്തയാക്കിയിട്ടുണ്ട് അല്ലാഹു, സാക്ഷികളാക്കി എന്നാണ് അതുകൊണ്ട് അർത്ഥം. അപ്പൊ ഉമ്മത്ത് മുഹമ്മദിനെ കൊണ്ടുവരും, അപ്പൊ അവർ സാക്ഷ്യം വഹിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ അംബിയാ മുർസലീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ദൗത്യം നിറവേറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഹുജ്ജത്തൻ, തെളിവ് എന്നോണം നമ്മൾ എന്ത് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ കാണാം, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു സമൂഹത്തെയും ഒരു റസൂലിനെ നിയോഗിക്കാതെ നാം ആരെയും എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. അപ്പോ അത് ഹുജ്ജത്തായിട്ടാണ് എന്ത് ചെയ്യുക, ആ റസൂലിനെ അവരിലേക്ക് നിയോഗിക്കുന്നത്. മറ്റൊന്ന് അള്ളാഹുവിന്റെ റഹ്മത്താണ്, കാരുണ്യമാണത്. അവരെ സത്യത്തിലേക്ക് അടുപ്പിക്കാൻ, തൗഹീദിലേക്ക് കൊണ്ടുവരാൻ, മുസ്തഖീമായ വഴിയിലേക്ക് ആളുകളെ മനുഷ്യപ്രകൃതം അതിന് പറ്റുന്ന രീതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ എങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്താണെന്ത്, അവരെ കൂടുതൽ ഉണർത്താൻ വേണ്ടിയിട്ടും അതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടും അംബിയാ മുർസലീങ്ങൾ നിയോഗിച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതാണ്, നബിയെ താങ്കളെ നാം എന്ത് ചെയ്തിട്ടില്ല, ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. അപ്പൊ അത് അള്ളാഹുവിന്റെ റഹ്മത്തുമാണ് അംബിയാ മുർസലീങ്ങളെ നമുക്ക് നിയോഗിച്ചു തന്നു എന്നുള്ളത്. ഇതാണ് 3 മസ്അലകളിൽ ഒന്നാമത്തേത്. പങ്കുവച്ചോ? രണ്ടാമത്തെ മസ്അല അൽ മസ്അലത്തു സാനിയ ഫീഹ ഇസ്ബാത്തുൽ ഉലൂഹിയത്തി ലില്ലാഹി തആല. അസ്സാനിയത്ത്, രണ്ടാമത്തേത് അന്നല്ലാഹ ലാ യർദാ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദത്തി. രണ്ടാമത്തെ മസ്അല നമ്മൾ പറഞ്ഞത് എന്താണ്, തൗഹീദുൽ ഉലൂഹിയത്താണ്. അപ്പോൾ അന്നല്ലാഹ ലാ യർദാ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയില്ല, ലാ യർദാ അൻ യുശ്റക മഅഹു, അവനോട് കൂടെ പങ്കുവെക്കപ്പെടുന്നതിനെ അവന് തൃപ്തിയല്ല. അഹദുൻ, ആരെയും അവനോട് പങ്കു ചേർക്കുന്നതിനെ
അവന് തൃപ്തിയല്ല. ഫി ഇബാദത്തി, അവന് സമർപ്പിക്കുന്ന ഇബാദാത്തുകളിൽ അവന് സമർപ്പിക്കേണ്ട ഇബാദാത്തുകൾ അവന് മാത്രമാണ് സമർപ്പിക്കേണ്ടത്. അതിൽ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, പങ്കു ചേർക്കാൻ പാടില്ല. ഇബാദാത്തുകൾ അള്ളാഹു അല്ലാത്ത മറ്റൊരു മഖ്ലൂക്കിനും എന്ത് ചെയ്യാൻ പാടില്ല, നൽകാൻ പാടില്ല. ഇത് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യമാണ്. എന്നല്ല അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യവുമാണെന്ത്, ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർ കൊടുക്കുക. ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസൽ. അങ്ങനെ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കപ്പെടുന്നത് ഒരു നബിയാകട്ടെ മലക്കാകട്ടെ, നിയോഗിക്കപ്പെട്ട ഏതെങ്കിലും മലക്കോ റസൂലോ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് സമീപ്യം നേടപ്പെട്ട ഏതെങ്കിലും മലക്കോ ആയാലും ചെയ്യാൻ പാടില്ല. ഇബാദാത്തുകൾ അവർക്ക് നൽകപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ സമയത്ത് ഇബാദാത്തുകൾ അങ്ങനെ ചെയ്യുമായിരുന്നു. മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായി. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായി മക്ക മുശ്രിക്കീങ്ങൾ. അതേപോലെ തന്നെ അമ്പിയാക്കൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായി, സ്വാലിഹ്യങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായി. ഇതൊന്നുമില്ല. ഇതെല്ലാം അവർക്ക് ഇബാദത്ത് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് അവരെന്ത് ചെയ്തത്. ഈ പറയുന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർ കൊടുത്തത്. ആ പ്രവൃത്തിയെ അള്ളാഹു എന്ത് ചെയ്യുന്നു, ശക്തമായി എതിർക്കുന്നു. അത് അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്, അള്ളാഹു തൃപ്തിയില്ലാത്ത കാര്യമാണ്. എന്താണ് അതിനുള്ള തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അള്ളാഹുവിനോട് കൂടെ എന്ത് ചെയ്യാൻ പാടില്ല, വേറെ ഒരാൾക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇബാദത്ത് ദുആ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിനോട് കൂടെ വേറെ ആരോടും നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മസ്അല. രണ്ടാമത്തെ മസ്അലയിൽ ഉലൂഹിയത്താണ് സ്ഥാപിക്കുന്നത്. ഇതിൽ മുഅല്ലിഫ് റഹ്മഹുല്ലാഹ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിന് എന്ത് ചെയ്യുന്നില്ല, തൃപ്തിപ്പെടുന്നില്ല. ആ പങ്കു ചേർക്കപ്പെടുന്നവൻ എത്ര വലിയ ആളാണെങ്കിലും അങ്ങനെ. അഹദുൻ എന്നാ പറഞ്ഞത്, ആരെയും. ഇവിടെ അഹദുൻ എന്നുള്ളത് എന്താണ്, അതിനെ പ്രത്യേകമായി ക്ലുപ്തപ്പെടുത്തിയിട്ട് ഇന്നയാളെന്ന് പറയുമല്ലേ ഇത്. ഏതെങ്കിലും ഒരാൾ എന്നുള്ള അർത്ഥത്തിനാണ്. ഏതെങ്കിലും ഒരാളെന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, അതിൽ പെടും. നെക്കറയായിട്ടാണ്. അതുകൊണ്ട് തഅമ്മുകുല്ലാഹദി, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും, അതിൽ പെടും. അതായത് നബി പെടും, വലിയ പെടും, ജിന്ന് പെടും, മലക്ക് പെടും, സാലിഹ് പെടും, അതല്ലാത്തവരൊക്കെയും ആരൊക്കെ ആണെങ്കിലും അള്ളാഹുവിനോട് കൂടെ ഇബാദാത്തുകൾ അവർക്ക് അർപ്പിക്കപ്പെട്ടാൽ അള്ളാഹ് എന്തല്ല, തൃപ്തിയല്ല. അതിനുള്ള തെളിവ് ഇതാണ് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്നുള്ളതാണ്. അവിടെയും അഹദൻ എന്നാണ് പറഞ്ഞത് നെക്കറയായിട്ട്. ആർക്കാണെങ്കിലും എന്താണ്, അത് ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനോട് കൂടെ മറ്റാർക്കും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല. ഇവിടെ വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ഈ മസാജിദ് എന്നുള്ളതിന് 3 അർത്ഥതലങ്ങൾ എന്ത് ഉലമാക്കൾ നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അൽ മസാജിദുൽ മബ്നിയ്യ അല്ലത്തി ബുനിയത് ഹത്താ യുഅബദല്ലാഹു ഫീഹാ. അള്ളാഹു ഇബാദത്ത് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളാണെന്ത്. അതിലൊരു വിവക്ഷ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടതായ പള്ളികൾ. രണ്ടാമത്തേത് അഅ്ദാഉ സുജൂദ്, സുജൂദിന്റെ അവയവങ്ങൾക്ക് എന്ന് പറയും മസാജിദുകൾ എന്ന് പറയും. അതാണ് അതുകൊണ്ട് അർത്ഥം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അതേപോലെ അൽ അർദ്, ഭൂമി മുഴുവൻ എന്താണ്, ഈ പറയുന്ന മസാജിദാണ്. ഭൂമി അള്ളാഹുവിന്റേതാണ് എന്നുള്ള അർത്ഥത്തിന്. വജുഇലത് ലിയൽ അർദു മസ്ജിദ വതഹൂറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭൂമി എനിക്ക് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, മസ്ജിദാക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതാക്കിയിരിക്കുന്നു. നമുക്ക് തയമ്മും ചെയ്യാനും മറ്റൊക്കെ എന്ത് ചെയ്യും, ഭൂമി മതി എന്നുള്ള അർത്ഥം. ഈ 3 അർത്ഥങ്ങളും എന്താണ്, ശരിയായ അർത്ഥങ്ങളാണ്. 3 വ്യാഖ്യാനങ്ങളാണ്, മുതനവ്വിഅകളായ വൈവിധ്യങ്ങളായ 3 വ്യാഖ്യാനങ്ങളാണ്. ഇവിടെ അള്ളാഹു പറയണത് എന്താണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അഹദൻ എന്നുള്ളതിനെ നെക്കറയായിട്ട് കൊണ്ടുവരുന്നിരിക്കുകയാണ്. നഹിയിന്റെ സ്ഥാനത്ത്, ഒരു നിരോധനത്തിന്റെ സ്ഥാനത്ത് നെക്കറ എന്ന് പറഞ്ഞാല് എന്താണ് അതിന് പറയുക, ഇൻഡെഫിനിറ്റ് ആയിട്ടല്ലേ. മലയാളത്തിൽ എങ്ങനെ പറയും, അതായത് ഇന്നത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കാതെ ഉള്ള പദം. മലയാളത്തിൽ ഒറ്റ വാക്കൊന്നിനുണ്ടോ, അതാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്താല് ഈ നെക്കറയായ പദത്തെ കൊണ്ടുവന്നാൽ അതിനെന്ത് ചെയ്യും, അത് ഉമൂമിനെ ഫായിദൊപ്പിക്കുന്നതാണ്. അതായത് ഫതഅമ്മുകുല്ല അഹദിൻ, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും, അതിൽപ്പെടും. വലിദാലിക ഖാല ഇമാം റഹിമഹുല്ലാഹ് ഫി അവ്വലിൽ മസ്അലത്തി സായി. അതുകൊണ്ടാണ് ഈ മസ്അലയുടെ രണ്ടാമത്തെ മസ്അലയുടെ തുടക്കത്തിൽ
മുസന്നിഫ് പറഞ്ഞത് അന്നല്ലാഹ ലാ യർദ അൻ യുശ്റക മഅഹു അഹദുൻ, ആരെയും അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കപ്പെടുന്നതിന് എന്ത് ചെയ്യില്ല, അള്ളാഹു തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞത് ഈ ആയത്തിൽ നിന്നുള്ള അർത്ഥപ്രകാരമാണ്. അപ്പൊ അത് എത്ര വലിയ ആളാണെങ്കിലും ശരി, മലക്കാണെങ്കിലും ശരി, നബിയാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ താഴെയാണ് അവരില്ല. അള്ളാഹുവിന്റെ സമമല്ല, അള്ളാഹുവിന്റെ മേലെയല്ല, അള്ളാഹുവിന് താഴെയാണത്. യാനി കാഇനം മൻ കാൻ, ആരും തന്നെയാകട്ടെ, നബിയുൻ ഔ വലിയുൻ ഔ ജിന്നിയുൻ ഔ സാലിഹുൻ, നബിയോ ജിന്നോ സാലിഹോ ആരാണെങ്കിലും എന്ത് ചെയ്യില്ല, അത് സ്വീകരിക്കപ്പെടും. അത് അള്ളാഹുവിന് തൃപ്തിയല്ല എന്നുള്ളതാണ്.